ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷൻ ആളുകളിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക അങ്ങനെ പർപ്പസ്ഫുള്ളായിട്ട് ഒരു കാര്യം ചെയ്ത ആളല്ല. ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയുകയും എനിക്ക് ഏറ്റവും ആസ്വാദ്യമായി തോന്നിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ആസ്വാദ്യമായത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ, ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിനും ഈ കാലഘട്ടം ത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം സ്വീകാര്യമായി മാറി. ചിലപ്പോൾ 25 വർഷം മുമ്പ് ഞാനിത് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഈ പറഞ്ഞ പോലെ സ്വപ്നം കാണിച്ചു എന്നായിരിക്കില്ല ആളുകൾ പറയുക, ഒരു തലമുറയെ നശിപ്പിച്ചു എന്നായിരിക്കും ചിലപ്പോൾ പറയുക. അപ്പോൾ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഈ കാര്യത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മളുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ആണെങ്കിലേ അത് വിജയിക്കുകയുള്ളൂ. താങ്കൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്, പണ്ട് താങ്കൾ പറഞ്ഞു തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അതെ അതെ അതെ, അതാ 25 വർഷം മുമ്പത്തെ കഥ ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ, മാറ്റത്തിന്റെ റിഫ്ലക്ഷൻ കൂടിയായിട്ട് എനിക്ക് തോന്നുന്നു. അതെ. അതേപോലെ താങ്കളുടെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് നമ്മുടെ ഫ്യൂച്ചർ CM, അങ്ങനെ ഭയങ്കര വലിയ വലിയ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. എത്രമാത്രം മലയാളി സമൂഹം താങ്കളുടെ ഇങ്ങനെ ദേ ആർ ലുക്കിംഗ് അപ് ടു യു എന്നൊരു ഫീൽ, അതൊരു ഭാരമായിട്ട് തോന്നാറുണ്ടോ? അല്ല, ഈ ആളുകൾ ഇപ്പം നമ്മുടെ പൊതുസമൂഹം വളരെ വൈകാരികമായി കാര്യങ്ങളെ കാണുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പൊതുസമൂഹം, എല്ലാ നാട്ടിലെയും പൊതുസമൂഹം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അവർ നല്ലൊരു ലീഡറാണ് എന്നവർ ധരിക്കുന്നതാണ്. അതിനർത്ഥം ഞാനൊരു മുഖ്യമന്ത്രിയായി മാറിയാൽ ഇന്ന് കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാന്ത്രിക വടി കൊണ്ട് ഞാൻ ചുരുങ്ങിയ കാലം കൊണ്ട് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചിലപ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ടാവാം. അത് എത്ര കണ്ട് സാധ്യമാണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. കാരണം ഞാൻ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. കേരളം പോലൊരു സ്റ്റേറ്റ്, അതൊരു മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മുഴുവൻ മാറ്റങ്ങളും ഉണ്ടാകുന്നൊരു സ്ഥലമല്ല. കാരണം ഇവിടുത്തെ ഏറ്റവും താഴെ എന്ന് നമ്മൾ ഒരു സാധാരണക്കാരനെ ഏറ്റവും ആദ്യം ചെല്ലുന്ന ഒരു സർക്കാർ ഓഫീസ് മുതൽ മുകളിൽ വരെയുള്ള ഒരു ഭരണ സംവിധാനത്തെ മുഴുവൻ ഒരു പ്രത്യേക പാതയിലേക്ക് മാറ്റിയെടുക്കാൻ അത് വളരെ ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരി വളരെ വിഷനോടുകൂടി ദീർഘകാലം പ്രയത്നിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് കേരളത്തിൽ. അല്ലാതെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പോലും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലെ കൂടുതൽ അറിയാനുള്ള അവസരം എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതെ അതെ. എന്തുകൊണ്ടായിരിക്കും മലയാളിക്ക് ഇത്രയും നെഗറ്റീവ്സ്? ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ ഒരുപാട് പാടില്ലായ്കൾ അതിന്റെ ഇടയിലാണ് നമ്മൾ. എന്തുകൊണ്ടാണ് മലയാളി ഇത്രമാത്രം നിഷേധി അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്നത്? എന്തുകൊണ്ട്? അതെനിക്ക് തോന്നുന്നത് ഈ നമ്മൾ കഴിഞ്ഞ ഒരു 60-70 വർഷം ആദ്യകാലം മുതൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന സമൂഹം, നമ്മളെ വീട്ടിൽ വളർത്തുന്നല്ല, സമൂഹം വളർത്തിയത് മുഴുവൻ ഒന്ന് സംരംഭം നടത്തുന്നത് പാപമാണെന്നാണ് പഠിപ്പിച്ചത്. ഒരു 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 30 കൊല്ലമോ 40 കൊല്ലം അല്ലെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനാവണമെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? മാത്രമല്ല നമ്മുടെ സമൂഹവും നമ്മളും ചിന്തിച്ചെന്താ, ബിസിനസ്സുകാരെന്ന് പറയുന്നത് മുഴുവൻ ഇന്നൊരു കള്ളക്കടത്തുകാരനെ കാണുന്ന പോലെയല്ലേ. ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. മക്കളൊക്കെ രക്ഷപ്പെട്ടു, ഒരുത്തം മാത്രം ബിസിനസ്സാ എന്ന് പറയുന്ന ശരി അതല്ലേ? എന്നാൽ നോക്കൂ, ബിസിനസ്സിലേക്ക് സംരംഭകർ വലിയ വിദ്യാഭ്യാസത്തിനൊന്നും പോകാതെ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ച ചില കമ്മ്യൂണിറ്റികളുണ്ട് കേരളത്തിൽ. അവർ സാമ്പത്തികമായിട്ട് വളരുകയും ഇന്ന് കേരളത്തെ വേണ്ടി വന്നാൽ വിലക്കെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു. ഇത് മാർവാടി കമ്മ്യൂണിറ്റി ഒന്ന് നോക്കൂ. ഗുജറാത്തിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും അവർക്ക് അങ്ങനെ ഒരു മുൻവിധി ഉണ്ടായിരുന്നില്ല. അതിൽ നമ്മളുടെ പൊളിറ്റിക്സൊക്കെ അതിനകത്തൊരു കാരണമായിട്ടുണ്ട്. നമ്മൾ ആ പൊളിറ്റിക്സിലാണല്ലോ വളർന്നു വരുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പാർട്ടിയല്ല ഞാൻ പറയുന്നത്. ആ പാർട്ടിയാണ് മുന്നോട്ട് ആശയം വെച്ചതെങ്കിൽ അതിനെ ചുവട് പിടിച്ചായി മറ്റുള്ളവരെല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാ പാർട്ടികളും എല്ലാ സമൂഹവും അങ്ങനെയായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ പറഞ്ഞ സംരംഭകത്വം വളരുന്നതിൻ്റെ ഉപോൽപ്പന്നമാണ് അവരുടെ യാത്രകളാണെങ്കിലും അവരുടെ ആഘോഷങ്ങളാണെങ്കിലും ഒക്കെ. നമുക്ക് ആഘോഷം വീട്ടിൽ ഒന്നെങ്കിൽ ഒരാൾ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരാൾ മരിക്കണം, എങ്കിലേ നമുക്ക് ആഘോഷത്തിന് സ്കോപ്പുള്ളൂ വീട്ടിൽ, അല്ലേ? അല്ലാതെ വീട്ടിൽ എവിടെയാ ഒരു മരണാനന്തര 16 അടിയന്തരം അല്ലെങ്കിൽ ചാത്തം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളോ വിവാഹമോ അല്ലാതെ വലിയ ആഘോഷം നമുക്കില്ല. ഫെസ്റ്റിവൽ പോലും നമ്മുടെ വീട്ടിലെ ആഘോഷമല്ലല്ലോ, അത് നാട്ടിലെ ആഘോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞത്
ആഘോഷിക്കുന്നത് തെറ്റ്, സംരംഭങ്ങൾ നടത്തുന്നത് തെറ്റ്, പണമുണ്ടാക്കുന്നത് പോലും തെറ്റ്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ഏറ്റവും ആരാധ്യരായ വ്യക്തികൾ പലരും പുത്തൻ ഷർട്ടിട്ട് മേടിച്ചിട്ട് കീറിയിട്ടിടേണ്ടി വരുന്നത്. അതാലോചിച്ച് നോക്കൂ. ഈ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ, കയ്യടി മേടിക്കാൻ പുതിയ ഷർട്ട് ഇടുന്നതിനേക്കാൾ കീറിയ ഷർട്ട് ഇടുന്നത് നല്ലതെന്ന് ചിന്തിച്ചാൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണുമോ സമൂഹം? കാണില്ല. അപ്പം ഇതെല്ലാം ചേർന്ന ഒരു സൈക്കോളജി നമ്മളുടെ സമൂഹത്തെ ഇത്തരം പല എന്താണ് പോസിറ്റീവായി ചെയ്യാമായിരുന്ന കാര്യങ്ങളിൽ നിന്ന് വിലക്കി. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതോടൊപ്പം കുട്ടി വായിക്കാവുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. മലയാളിയുടെ ഈ എൻവയൺമെന്റലിസത്തെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ഏതൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോഴും പശ്ചിമഘട്ടത്തെ പറ്റി ഒരു 10 കവിതകൾ ഇവിടെ ഇറങ്ങും. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണ്? താങ്കൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ ആൽപ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചസും വന്നിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഇവിടെ അനുവദിക്കുകയോ, ഇവിടെ കവിതകളാണ്. ഏത് പ്രോജക്റ്റ് വരുന്നതിന് മുന്നേ 10 കവിതകളാണ് ഇവിടുത്തെ ഒരു മാൻഡേറ്ററി പ്രോസസ്സാണത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ അതിൻ്റെ ഒരു ഹാങ് ഓവർ കിടക്കുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഇത് ഏറ്റവും കൂടുതൽ ഇത്തരം കവിതകളൊക്കെ എഴുതുന്ന സ്ഥലം വേറെ ലോകത്ത് എവിടെയാണ് ഉള്ളത്? ലാറ്റിൻ അമേരിക്ക അല്ലേ? അപ്പം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ മതി. എന്നാൽ ഏറ്റവും കൂടുതൽ വനം നശിക്കുന്നത് ബ്രസീലിലുമാണ്. ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളൊരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിൽ ഫിലിം എടുക്കാത്തവരായിരിക്കില്ലേ അവിടെ ഏറ്റവും വർണ്ണശബളമായിട്ട് സംസാരിക്കുകയും വേഷം കെട്ടുകയും ചെയ്യുന്നവർ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ. സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്തവരൊക്കെ ഒതുങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയിട്ട് പോകുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതേസമയം താങ്കൾക്കെതിരെയുള്ള ഒരു ക്രിറ്റിസിസം അത് തന്നെയാണ്. താങ്കൾ ഒരു ഭയങ്കര മലയാളി വിരുദ്ധനാണ്. താങ്കളുടെ കൺസ്യൂമറിസ്റ്റിക് കൾച്ചറാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് സന്തോഷിന്റെ ശരിക്കുമുള്ള ഐഡിയ? അതിലെ മലയാളി കൾച്ചർ മോശമാണെന്നാണോ, നമ്മുടെ ട്രഡീഷൻസ് ഒക്കെ മാറേണ്ടതാണെന്നാണോ? എന്താണ് താങ്കളുടെ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. പിന്നെ സന്തോഷ് ജോർജ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ എൻ്റെ നിങ്ങളുടെയൊക്കെ മക്കൾ അവസരം കിട്ടിയാൽ ഈ പാശ്ചാത്യ നാട്ടിലേക്ക് പോകാൻ ഇപ്പോൾ വെമ്പൽ കൊള്ളുന്നതും ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒഴുകുന്നതും. അതിനകത്ത് ആ മറുപടി ഉണ്ടല്ലോ. സന്തോഷ് ജോർജ് പോയിട്ട് തിരിച്ചു വരുന്നെങ്കിലും ഉണ്ട് ഇങ്ങോട്ട്, ഇത്രയും രാജ്യത്ത് പോയിട്ട്. നിങ്ങളുടെയൊക്കെ മക്കൾ, ഈ വിമർശിക്കുന്നവരുടെയൊക്കെ മക്കൾ ഇങ്ങ് തിരിച്ചു വരുമോ? പോയിട്ട് അവരെ ആദ്യം പറഞ്ഞു കൊടുക്കൂ. ഇതൊക്കെ അവർക്കൊരു വിശ്വാസം കൊടുക്കൂ. വിമർശിക്കേണ്ടതില്ല, ഇവിടെ സ്വർഗം തന്നെയാണ് എങ്കിൽ അവരും പോവില്ലായിരുന്നല്ലോ. ആ പോയവർ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. അവരുടെ ജീവിതവും അവരുടെ മക്കളുടെ ജീവിതവും തുടർന്ന് ഇനി ഈ നാടിനെ തന്നെ വിസ്മരിച്ച് അവിടെ സെറ്റിലാകുകയാണ്. കാനഡയിലേക്ക് പോയവൻ, US പോയവൻ, UK പോയവൻ, യൂറോപ്പിലേക്ക് പോയവൻ, ന്യൂസിലൻഡിലേക്ക് പോയവൻ, ഓസ്ട്രേലിയയിലേക്ക് പോയവൻ എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല? നല്ലൊരു ലൈഫ് സ്റ്റൈൽ അവിടെ ഉണ്ടെന്നുള്ളതാണോ റീസൺ? എല്ലാത്തരവും. അതായത് ലൈഫ് സ്റ്റൈലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ആഘോഷങ്ങളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അനുഭവിക്കും അവിടെ ചെല്ലുമ്പോൾ. പല ഇപ്പം അവിടെ നിന്ന് ഇവിടുന്ന് പൊട്ടലും ചീറ്റലും ഒക്കെ നമ്മൾ ഇടയ്ക്ക് വാർത്തയാകുന്നത് ഈ വാർത്ത എന്ന് പറയുന്ന അസ്വാഭാവികമായി സംഭവിക്കുമ്പോഴാണല്ലോ. ഈ അസ്വാഭാവികങ്ങൾ വളരെ കുറവായതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. അപ്പം വാർത്ത എന്ന് പറയുന്നത് അസാധാരണമായി ഒന്ന് സംഭവിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. അപ്പോൾ അമേരിക്കയിൽ തോക്കെടുത്ത് വെടിവെക്കുന്നു, അവിടുത്തെ കാരണമുണ്ട്. അത് ഇപ്പോൾ അമേരിക്കയുടെ എന്താണ് ഒത്തിരി തിന്മകളും അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ആ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യം. അതിനവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു മറ്റേത് രാജ്യത്തെ ജനങ്ങളെക്കാൾ. അവിടുത്തെ ജനങ്ങളത് നോക്കുമ്പോൾ അത് തെറ്റാണോ? ഇന്ത്യൻ ഭരണാധികാരി ഇന്ത്യയിലെ ജനങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കും ഭാവിക്കും വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നൊരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇന്ത്യക്കാർക്കത് ഇഷ്ടമാണോ അതോ എതിർപ്പാണോ ഉണ്ടാവുക? ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ചെയ്യുന്നത്. അമേരിക്ക അതിനുവേണ്ടി അവർ ചിലപ്പം ഇന്ത്യക്കെതിരെ നിൽക്കും, റഷ്യക്കെതിരെ നിൽക്കും, ഗൾഫ് നാടുകൾക്കെതിരെ നിൽക്കും. പക്ഷെ അവരുടെ ജനങ്ങൾക്കെതിരെ അല്ല അവർ നിൽക്കുന്നത്. ഇതെല്ലാ രാജ്യക്കാരും അത് നോക്കിയാൽ മതി. താങ്കൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സെയിം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയും ഉണ്ട്. വെസ്റ്റിൽ ഒരു യൂറോപ്യൻ കൺട്രിയിലും കിട്ടുകയാണെങ്കിൽ നാച്ചുറലി നമ്മുടെ പ്രിഫറൻസ് യൂറോപ്യൻ കൺട്രി ആയിരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതല്ല, പക്ഷേ യൂറോപ്പ് ഹാസ് മച്ച് മോർ തിങ്സ് ടു ഓഫർ. അതാണ് നമ്മുടെ റീസൺ. അതായത് നമ്മൾ കാര്യങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ടും പ്രൊഫഷണലായിട്ടും സയൻറ്റിഫിക് ആയിട്ടും ഒക്കെ അപ്രോച്ച് ചെയ്യുകയും നമുക്കെല്ലാം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവുകയും. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ വീട്ടിലെ കാര്യം എടുക്കുക. കേരളത്തിൽ അത് പുറത്ത് ചർച്ച ചെയ്യാൻ ആദ്യം ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഇവിടെ 2 സ്ത്രീകളുടെ സാന്നിധ്യം ഇവിടെയുള്ളത്.
വീട്ടിൽ ജോലി ചെയ്യുന്നത്, അല്ലെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന പദവി, നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, നമുക്ക് കിട്ടുന്ന പരിഗണന, ഈ പറഞ്ഞ കാര്യങ്ങളിൽ കേരളത്തിലെ എത്ര ശതമാനം സ്ത്രീകൾ പൂർണ്ണ സംതൃപ്തരാണ്? ഇപ്പൊ പറയണ്ട. വളരെ കുറച്ചായിരിക്കും. എന്നാൽ ഇതേ സ്ത്രീകൾ അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്താൽ ആ നിമിഷം മുതൽ വേറൊരു സ്ത്രീ ആകുകയാണ്. ഞാനിത് കണ്ടിട്ടുള്ളതാണ്. അവിടെ ഭക്ഷണം വിളമ്പുന്നിടം പോലെ, പാചകം ചെയ്യുന്നിടം പോലെ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും പാർട്ട്ണർഷിപ്പുക. ഭാര്യ പാചകം ചെയ്താൽ പാത്രം കഴുകുകയും ഭക്ഷണത്തിന് ശേഷം പാത്രം കഴുകി വയ്ക്കുകയും ചെയ്യുന്ന ഭർത്താവാണ്. എങ്ങനെയാണ് ഈ ഇവിടെ വരെ 35 വയസ്സ് വരെ 30 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ച ഒരാൾ അമേരിക്കയിൽ ചെന്ന പിറ്റേ ആഴ്ച മുതൽ സിസ്റ്റം മാറുന്നത് എങ്ങനെയാണ്? അത് ആ സമൂഹം ഉണ്ടാക്കിയ മാറ്റമാണ്. ഇതൊക്കെ അനുഭവിച്ച ഒരു സ്ത്രീ തിരിച്ച് നാട്ടിൽ വന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇങ്ങനെ ഓരോ ആൾക്കും അവരവരുടെ നേട്ടങ്ങളെക്കുറിച്ച്, അവർക്കുണ്ടായ സംതൃപ്തിയെക്കുറിച്ച്, അവർക്കുണ്ടായ ജീവിതത്തിലെ മാറ്റത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവരവിടെ ജീവിക്കുന്നു. അതാണ് കാരണം. അല്ലാതെ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല. കേരളത്തിൽ തൊഴിലില്ലെങ്കിൽ ഇത്രയും ലക്ഷം ബീഹാറികളും ഉത്തരേന്ത്യക്കാരും എങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്? അവരും ദിവസം 1000 രൂപയെങ്കിലും ഉണ്ടാക്കുന്നില്ലേ? എന്ന് വെച്ചാൽ മാസം ഒരു 25,000 രൂപ വരുമാനം ഉണ്ടാകുന്നില്ലേ അവർക്കും? 25,000 രൂപ ഒരു വലിയ സ്കിൽഡ് അല്ലാത്ത, ഒരു വലിയ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാൾക്ക് കൂലി കിട്ടുക എന്ന് പറയുന്നത് മോശമല്ല കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ. പല പ്രൈവറ്റ് കമ്പനികളിലും അത്രയും സാലറി കിട്ടുന്നില്ല പലർക്കും. അപ്പോൾ അത്രയും സാലറി കിട്ടാൻ 35 ലക്ഷം പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടോ തൊഴിലിന് അവസരം ഇല്ലാത്തത് കൊണ്ടോ അല്ലല്ലോ, പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് വലിയൊരു ബോട്ടപകടം ഉണ്ടായി. നമ്മളതിനെ പഴിക്കുന്നതോ അല്ലെങ്കിൽ നിയമം കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഒരു പ്രധാന കാര്യം എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നുള്ളതാണ്. ഈ ലൈഫ് ജാക്കറ്റ് ധരിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ്, ഞാനതിനെതിരല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടത് തന്നെയാണ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. പക്ഷേ ഒരു ബോട്ടിൽ കയറുമ്പോഴേ ലൈഫ് ജാക്കറ്റ് ധരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ്? നിങ്ങൾ റിസ്കിലാണെന്നല്ലേ. ഒരു ഉല്ലാസയാത്രയ്ക്ക് കയറുന്ന ആൾക്ക് ആദ്യം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ യൂറോപ്പിൽ ഇപ്പോൾ സീൻ നദിയുടെ, ഫ്രാൻസിലെ സീൻ നദിയിലൂടെ ബോട്ട് ക്രൂസുകൾ, നിങ്ങൾ വീഡിയോ ഒന്ന് എടുത്ത് നോക്കൂ. അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ ന്യൂയോർക്കിൽ നിന്ന് ബോട്ടിലാണ് എല്ലാവരും പോകുന്നത്. എത്ര പേര് ലൈഫ് ജാക്കറ്റ് ധരിക്കുന്നുണ്ട്? അവർ വിശ്വസിക്കുന്ന ലൈഫ് ജാക്കറ്റിനെ അല്ല, ആ ബോട്ടിനെയും അവിടുത്തെ സിസ്റ്റത്തെയും അതിൻ്റെ ടെക്നോളജി അവർ വിശ്വസിക്കുക. ഇത് മുങ്ങില്ല എന്ന് പറഞ്ഞാൽ മുങ്ങില്ല, അതുതന്നെ കാര്യം. അപ്പം നമ്മുടെ മെഷീനറിയെ നമ്മൾ എന്ന് ഓഡിറ്റ് ചെയ്യും? ഈ നാട്ടും പുറത്തെ തെങ്ങുംതോപ്പിലിട്ട് പണത് നാട്ടിലെ വെൽഡർ പണതുണ്ടാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടല്ലേ നിങ്ങൾ ലൈഫ് ജാക്കറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്? ഒരു ബ്രാൻഡഡ് ബോട്ട് നിങ്ങൾക്ക് കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഓടിക്കുന്ന കാറിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് ടൊയോട്ടയുടെയാണ് അല്ലെങ്കിൽ മഹീന്ദ്രയുടെയാണ് എന്നുള്ള ബ്രാൻഡിലും അവരുടെ ടെക്നോളജിയിലുള്ള വിശ്വാസമല്ലേ? അല്ലെ നിങ്ങളുടെ നാട്ടും പുറത്തെ ഒരു വർക്ക്ഷോപ്പുകാരൻ ഒരു കാർ ഉണ്ടാക്കി നിങ്ങൾ തന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ഹെൽമെറ്റ് അല്ല ഉരുക്ക് ചട്ടക്കൂടും ധരിച്ച് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. ഈ ചിന്തകളിൽ ഈ മാറ്റം വരണം. നമ്മൾ ഈ പറഞ്ഞു പോയ അവസാനം കൊണ്ടുപോയാണ് ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം നോക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഇടാത്തതുകൊണ്ട് കുഴപ്പമായി എന്നാണ്. ഈ ബോട്ട് ഫിറ്റാണോ? ഈ ബോട്ട് പ്രൊഫഷണലി മെയ്ഡാണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു റോഡിൽ കൂടി ഒരു വാഹനം ബ്രാൻഡഡ് കമ്പനി ഇറക്കാനേ ഗവൺമെൻറ് സമ്മതിക്കും അല്ലേ? നിങ്ങളോ ഞാനോ ഒരു കാറ് വെൽഡ് ചെയ്ത് ഇറക്കിയ ലൈസൻസ് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ട് വെള്ളത്തിൽ കൂടെ പോകുന്ന, അതിനേക്കാൾ അപകടകരമായ സ്ഥലത്തൂടെ പോകുന്ന ഒരു സാധനത്തിന് ഏതെങ്കിലും ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വേണ്ടേ? അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റി ഉള്ള ഫാക്ടറിയിൽ നിന്ന് വേണ്ടേ ഇതുണ്ടാകാൻ? അങ്ങനെ എത്ര ഫാക്ടറി കേരളത്തിലുണ്ട്? എത്ര ബോട്ട് ബിൽഡേഴ്സ് കേരളത്തിലുണ്ട്? അപ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്കൊന്നും നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കാൻ അത്രയും ചിന്താശേഷി പോലുള്ളവർ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇതൊക്കെയാണ് അവിടെ. നിങ്ങൾ ഉല്ലസിക്കാൻ വരുന്നവരെ ലൈഫ് ജാക്കറ്റ് കെട്ടിച്ച് മസിലും പിടിച്ച് അവൻ പിന്നെ എന്ത് ഉല്ലാസം? നിങ്ങൾ ഒരിക്കൽ ലൈഫ് ജാക്കറ്റ് കെട്ടി വെയിലത്ത് ഒരു മണിക്കൂർ ഒന്ന് ഇരിക്കാവോ? കേരളത്തിലെ സാഹചര്യത്തിൽ അത് വേണം. പക്ഷേ അതല്ല എല്ലായിടത്തും. എത്രയോ രാജ്യങ്ങളിലൂടെ ഞാൻ പോയതിൽ വികസിതമായ ഒരു നാട്ടിലും ഈ ക്രൂസുകൾക്ക് പോകുന്നത് അങ്ങനെയാണ്. ക്രൂസ് ഷിപ്പിൽ എല്ലാവരും ഇതും കെട്ടിക്കൊണ്ടല്ലേ ഇരിക്കേണ്ടത്? അല്ല. ഗൂഗിളിലൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കോളൂ. സീൻ നദി, ഫ്രാൻസിൽ പാരീസിലെ സീൻ നദി കൂടെയുള്ള ക്രൂസ് ഉണ്ട്. സ്വിറ്റ്സർലൻഡിൽ എത്രയോ തടാകങ്ങളിലൂടെയുള്ള ക്രൂസുകളുണ്ട്. ഇങ്ങനെ പലയിടത്തും. എന്നാൽ റഫ് സീയിൽ നമ്മൾ ഒരു സ്പീഡ് ബോട്ടിൽ ദീർഘദൂരമൊക്കെ പോകുന്ന റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അഡ്വഞ്ചർ ടൂറുകളാണ്. ഈ അഡ്വഞ്ചർ ടൂറുകൾക്ക് നിർബന്ധമായിട്ട് ഇത് വേണം. അഡ്വഞ്ചർ അത് ആദ്യം തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ ടൂറിലാണ്, then you will have to have it. സാധാരണ ക്രൂസ് ബോട്ടുകളിൽ അതിൻ്റെ ആവശ്യമില്ല. ക്രൂസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് അത് സ്റ്റേബിൾ ആയിരിക്കണം. നമ്മുടെ ബോട്ടുകളൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ അരിയും പലചരക്കും സുഗന്ധവ്യഞ്ജനങ്ങളും സ്പൈസസും ഒക്കെ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളാണ് ഇന്ന് ടൂറിസത്തിൻ്റെ നമ്മുടെ പ്രധാന പ്രോഡക്റ്റ്.
അല്ലേ ഹൗസ് ബോട്ടായി മാറിയത്. സെയിം ഹള്ള്. ആ ഹള്ളിൻ്റെ പ്രത്യേകത എന്താ? ഒരു വള്ളത്തിൻ്റെ ഹള്ളിൻ്റെ പ്രത്യേകത എന്താ? ഈ വള്ളത്തിൽ എവിടെയാണ് ലോഡ് വെക്കുന്നത്? ഹള്ളിൻ്റെ ഏറ്റവും അടിയിലാണ്, ബോട്ടത്തിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൻ്റെ അടിയിലേക്കുള്ള ഭാഗത്താണ് ലോഡ്. ഈ ഹള്ള് വെള്ളത്തിനടിയിലാണല്ലോ, അവിടെയാണ് ചരക്ക് നിറച്ചു വെക്കുന്നത്. അപ്പോൾ ഇത് താഴേക്ക് വലിച്ചു പിടിക്കും, ഇതൊരിക്കലും മറിയില്ല. എന്നാൽ ഇപ്പോഴത്തെ ഹൗസ് ബോട്ടുകളാക്കി കഴിഞ്ഞപ്പോഴോ ഈ ഹള്ളിൻ്റെ മുകളിൽ പലക അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ അടി ഹള്ള് എന്ന് പറയുന്നത് വാക്കുമാണ്, മുകളിലാണ് ലോഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒലയും. ഇത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് അത്രയും പോലും ബോധമില്ലെങ്കിൽ ഇത് മറിഞ്ഞല്ലേ പറ്റൂ.